ആ മുശ്രിക്കുകളോടാണ് നബി ബദറും ഉഹദും ഖന്തഖ് ഒക്കെ നടത്തിയത് എന്ന കാര്യം ഇനി മനസ്സിലാക്കിയാൽ ഇനിയൊരു സംശയം ഇവർ നമ്മോട് ഉന്നയിക്കുന്നതായി കാണാം. ആ സംശയം നീ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ എന്താ ഷെയ്ഖ് പറഞ്ഞത്? ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരാണ് മക്കയിലെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെക്കാൾ വളരെ കടുത്ത മുശ്രിക്കുകൾ എന്നാണ്. ഇത് പറയുമ്പോ ഷെയ്ഖിനോട് അക്കാലത്തെ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം അതാണ് ഇവിടെ ഷെയ്ഖ് പറയാൻ പോകുന്നത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളോട് ഇവിടത്തെ സമസ്തക്കാരൻ ചോദിക്കുന്നതും ഇനി ഒറിജിനൽ മുജാഹിദാണ് 100% സലഫിയാണ് എന്ന് പറയുന്നവരും ചോദിക്കുന്ന ചോദ്യം ഷെയ്ഖിനോട് ഖുറാഫിയാ ചോദിച്ചത്. ഇവിടെ തൗഹീദ് ഉള്ളവനും ചോദിക്കുന്ന ഈ ചോദ്യം, അത് ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. അതെന്താണ്? വഹിയമിൻ അഅളമി ശുബഹിഹിം. ഈ ഖുബൂരികളുടെ സംശയങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരു സംശയമാണിത്. അതുകൊണ്ട് ഫഅസ്ജി സമഅക ലിജവാബിഹ. ഈ ചോദ്യത്തിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി നിന്റെ ചെവിയെ നീ വളരെ ശ്രദ്ധിച്ച് കൂർപ്പിച്ചു വെക്കണം. വെറുതെ കേട്ടാ പറ, ചോദ്യം കേൾക്കണം, ഉത്തരം അതിനേക്കാൾ കൃത്യമായി നീ കേൾക്കണം. എന്താണ് സംശയം? വഹിയ അന്നഹും യഖൂലു. ഷെയ്ഖിനോട് ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ചോദിച്ചു, ഖുബൂരികൾ ചോദിച്ചു, ഇന്നല്ലദീന നസല ഫീഹിമുൽ ഖുർആൻ ലാ യസ്ദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളെക്കാൾ കഠിന ശിർക്കുള്ളവരാണ് ഇന്നത്തെ ഖുബൂരികൾ, ഖുറാഫികൾ, സൂഫികൾ എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പൊ എന്താ തിരിച്ചു ചോദിക്കുക? ഈ ആളുകളും ചില മുജാഹിദുകളും ചില സലഫികളും ചോദിക്കുന്ന ചോദ്യം എന്താ? രണ്ടും എങ്ങനെ ഒരുപോലാകുന്നത്? നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ലാ യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. വയുകദ്ദിബൂന റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കളവാക്കിയിട്ടുണ്ടല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ രണ്ട് സാക്ഷ്യവും ചൊല്ലിയവരല്ല ആര്? മക്കയിലെ മുശ്രിക്ക്. അപ്പൊ അത് രണ്ടും ചെല്ലാത്ത മക്കയിലെ മുശ്രിക്കിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് ഇപ്പോഴത്തെ ഖുബൂരി എന്നെങ്ങനെ പറയും? നമ്മളോടത്തെ മുജാഹിദ് വെക്കില്ലേ? സലഫി, സൂപ്പർ സലഫി എന്നവരും ചോദിക്കില്ല. ഇപ്പൊ കലിമ ചൊല്ലിയവനാണ്, രണ്ട് സാക്ഷ്യവചനങ്ങൾ ചൊല്ലിയവനാണ്, അള്ളാഹുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നമസ്കരിക്കുന്നവനാണ്, നോമ്പ് നിൽക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്. പിന്നെ എങ്ങനെ ഇവൻ മുശ്രിക്കാണെന്ന് പറയും? ഇതിപ്പോ സലഫികൾ ചോദിക്കുന്ന ഇതാണ്. സലഫി നമ്മുടെ നാട്ടിലെ കുറച്ച് സലഫികൾ, അതുപോലെ മുജാഹിദീങ്ങളും ചോദിക്കും. മുജാഹിദ് എന്നാൽ 3 ഗ്രൂപ്പുകാർ. വയുൻകിറൂനൽ ബഅസ. മക്കയിലെ മുശ്രിക്കുകൾ മരണശേഷം പിന്നൊരു എഴുന്നേൽപ്പുണ്ട്, ജീവിതമുണ്ട് എന്നതിനെയും അവർ നിരാകരിച്ചിരുന്നു. എല്ലാവരും അല്ല, കുറച്ചാളുകൾ. മക്കയിലെ മുശ്രിക്കുകളിൽ കുറഞ്ഞ ആളുകൾ മാത്രം പരലോകത്തെ നിഷേധിച്ചവരാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഇതിനുശേഷം ജീവിതമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്നവർ പറഞ്ഞത്. ഹൗലായി ശുഫാഅനാ ഇൻദല്ലാഹ് എന്നത്. വയുകദ്ദിബൂനൽ ഖുർആന. നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഖുർആനെയും അംഗീകരിച്ചില്ല. വയജഅലൂനഹു സിഹ്റൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സിഹ്റാണ്, ആളുകളെ മയക്കാൻ ുള്ള ഏർപ്പാടാണ്, ശൈത്താന്റെ വർത്താനാണ്, മുഹമ്മദ് കെട്ടിണ്ടാക്കിയ പല കാര്യങ്ങളും കവിതയാണ്, പലതും പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയില്ല, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയില്ല, പരലോകമുണ്ട് എന്നവർ ചിലർ വിശ്വസിച്ചില്ല, ഖുർആന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായി അംഗീകരിച്ചില്ല. ഇതൊന്നും മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളോ? ആര്? സമസ്തക്കാരൻ ചോദിക്കാൻ, വനഹ്നു നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ടല്ലോ. വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് ഞങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ. വനുസദ്ദിഖുൽ ഖുർആന, ഖുർആൻ ഞങ്ങൾ സത്യപ്പെടുന്നുണ്ടല്ലോ, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, കലാമാണ് നിങ്ങൾ സത്യപ്പെടുന്നുണ്ടല്ലോ. വനുഅ്മിനു ബിൽ ബഅസി, മരണശേഷം ഒരു ജീവിതമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. വനുസല്ലി വനസൂമു, ഞങ്ങൾ നമസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഫകൈഫ തജഅലൂനനാ മിസ്ല ഉലൈക, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ അവരെ പോലെയാക്കുക? മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത് 4 ഇല്ല. പക്ഷെ ഞങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഖുർആൻ അള്ളാഹിന്റെ ഗ്രന്ഥമാണ്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, ഇത് വിശ്വസിക്കുന്ന ഞങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഇത് സമസ്തക്കാരന്റെ ചോദ്യമാണ്. ഇതേ ചോദ്യം ചില മുജാഹിദുകളും ചില സലഫികളും എന്ന് പറയുന്നവരും അവരുടെ ഭാഷ സംസാരിച്ചാൽ എങ്ങനെ പറയും? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, നബിയിൽ വിശ്വസിച്ച, ഖുർആൻ അംഗീകരിക്കുന്ന, പരലോകമുണ്ടെന്ന് പറയുന്ന ഈ സമസ്തക്കാരെ നമുക്ക് എങ്ങനെ മുശ്രിക്കാക്കാൻ പറ്റും? വാചകത്തിലെ വ്യത്യാസമുള്ളൂ. മറ്റൊന്ന് സമസ്തക്കാരൻ ചോദിക്കുകയാണ്, ഇത് മുജാഹിദും സലഫിയും എന്ന ആളും ചോദിക്കുക. അപ്പോ ഇതാണ് അവരുടെ സംശയം. നമുക്കുണ്ടല്ലോ തോന്നല്, ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, മക്കയിലെ മുശ്രിക്കാൻ ഓന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഖുർആനൊന്നുമില്ല, പക്ഷേ ഇവരിതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവർ മുശ്രിക്കെന്ന് പറയും? അവരെ പോലെയാണ് ഇവർ എന്നെങ്ങനെ പറയാ? അഹ്ലു കിതാബ് ആക്കി കൂടെ എന്ന് ചോദിക്കലുണ്ട്. അഹ്ലു കിതാബ് ജൂത ക്രിസ്ത്യാനികൾ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, അവരിലേക്കപ്പെട്ട പ്രവാചകരിൽ വിശ്വസിച്ചു, അവർക്കിറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചു, പക്ഷേ അവർ ശിർക്കും കുഫ്റും പ്രവർത്തിച്ചു. പക്ഷേ അവർക്ക് അള്ളാഹു അഹ്ലു കിതാബ് എന്ന് പേരിട്ടു
യഹ്ല്ലു, അവരർത്ഥത് തിന്നാം. ഇത് അവരുടെ ഇബാദത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ശിർക്കിന്റെ രീതിയിലോ അർത്ഥതല്ലാത്തത് അർത്ഥതടക്കം തിന്നാം. അവരിൽ നിന്ന് ഇങ്ങോട്ട് പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാം, അങ്ങോട്ട് കെട്ടിച്ചെടുക്കാൻ പാടില്ല. ആ പരിഗണനയെങ്കിലും നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് കൊടുത്തുകൂടെ? ഇവര് ഔലി കിതാബല്ലേ എന്നാ ചോദ്യം. ഇത് മറ്റൊരു തൗറാത്തും ഇഞ്ചീലും അംഗീകരിച്ചത് കൊണ്ട് അവർ അഹ്ലി കിതാബായി, കിതാബിന്റെ ആൾക്കാരായി. ഇതിൽ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നു. അവർ മൂസാ നബിയിലും ഈസാ നബിയിലും അള്ളാഹുവിലും വിശ്വസിച്ചു. സമസ്തക്കാരനും മുഹമ്മദ് നബിയിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നു. അപ്പൊ ജൂത ക്രിസ്ത്യാനികളെ പോലല്ലേ ഇവരെ നമുക്ക് അഹ്ലി കിതാബായി പരിഗണിച്ചുകൂടെ? അവരർത്ഥ തിന്നൂടെ? അവർ ഇങ്ങോട്ട് കിട്ടിക്കൂടെ? അതിനെന്താ കുഴപ്പം? ഇതൊക്കെ നമ്മളെ മുജാഹിദീങ്ങളും സലഫികളും എന്ന് പറയുന്ന ചിലരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഈ സംശയം ന്യായമായ സംശയമല്ല. ഈ സംശയം അവർക്കുണ്ടാകുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈമാൻ, എന്താണ് കുഫ്ർ എന്നവർക്ക് അറിഞ്ഞുകൂടാ. അതറിയെങ്കിൽ ഇവർ ഈ ചോദ്യം ചോദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ഈ യഥാർത്ഥ കുഫ്ർ, എപ്പോഴാണ് കുഫ്റാവുക എന്നത് അവർ മനസ്സിലാക്കിയിട്ടില്ല. രണ്ടാമത്തത്, ഒരാൾ കാഫറാകണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിഷേധിച്ചാലേ കാഫറാവുള്ളൂ. ചിലത് നിഷേധിച്ചത് കൊണ്ട് ഒരാൾ കാഫറാവുകയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. സമസ്തക്കാരൻ മാത്രമല്ല, അല്ലാത്തവൻ ചോദിച്ചാലും അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുൽ വിശ്വസിച്ചു, നബിയിൽ വിശ്വസിച്ചു, ഖുർആൻ അംഗീകരിച്ചു, അപ്പൊ പിന്നെ മുസ്ലിമനല്ലേ, പിന്നെ എങ്ങനെ കാഫറാവും? അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നത് കൊണ്ട് മാത്രം അവന് ഉദിർ കൊടുത്തുകൂടെ? അവൻ അറിവില്ലായ്മന്റെ ഉദിർബിൻ ജഹ്ലി കൊടുത്തുകൂടെ? അല്ലെങ്കിൽ അവനെ മുസ്ലാക്കിക്കൂടെ? കാരണം മക്കയിലെ അറബികളെ പോലെ അല്ലല്ലോ. അപ്പൊ ആ ഗണത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നവരും സംശയം ഉന്നയിക്കുന്നവരും ഒക്കെ ഒരുപോലെയായി. അതിന് ശേഷം ഇവിടെ 5 രീതിയിൽ മറുപടി പറയുന്നുണ്ട്. ഫൽ ജവാബ്, ഈ സംശയം ചോദിക്കുന്നവർക്കുള്ള മറുപടി, അന്നഹു ലാ ഖിലാഫ ബൈനൽ ഉലമാഇ കുല്ലിഹിം അന്ന الرجل اذا صدق رسول الله صلى الله عليه وسلم في شيء وكذبه في شيء انه كافر لم يدخل في الاسلام. ഇവിടെ ചോദ്യത്തിന്റെ അകക്കാമ്പ് അല്ലെങ്കിൽ ആകത്തുക ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിഷേധിച്ചാലല്ലേ കാഫറാവുക എന്നതാണ് അവരുടെ ചോദ്യം, സംശയം. അതിന് ശേഷം മറുപടി അറിയാൻ, പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു ഭിന്നതയും ഇല്ലാത്ത ഏകോപിച്ച ഒരു വിഷയമാണ് ഒരാൾ നബിയെ സത്യപ്പെടുത്തി മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊരുത്തൻ വിശ്വസിച്ചു. അള്ളാഹുലും വിശ്വസിച്ചു, റസൂലിനെ അംഗീകരിച്ചു. പക്ഷേ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ അവൻ കളവാക്കി. മുഹമ്മദ് അള്ളാഹുവിന്റെ നബി അല്ല എന്നോ പറയില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്, നബി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിക്കോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആനിലില്ലാത്ത ഒരു കാര്യം, അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊരു പറഞ്ഞു. അപ്പൊ അവൻ ഒന്നേ നിഷേധിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവൻ അംഗീകരിക്കുന്നുണ്ട്. ഇവൻ കാഫറാണോ മുസ്ലിമാണോ? അവൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, മുഹമ്മദ് നബി അംഗീകരിക്കുന്നു, മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒന്നൊഴിച്ച് ബാക്കിയൊക്കെ അവൻ വിശ്വസിക്കുന്നു. ഒരു ഉദരത്തോടെ ചെറിയ ഒരു കാര്യം ഒറ്റൊന്ന്, ബാക്കിയൊക്കെ അവൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം മാത്രമേ അവന് അംഗീകരിക്കാത്തുള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്ന ന്യായം പറയുന്ന ആളുകളുടെ വാദമനുസരിച്ച് ഇവൻ മുസ്ലിമാണ്. എന്നാൽ ശേഖ് പറയാണ്, അന്നഹു കാഫിറുൻ ലം യദ്ഖുൽ ഫിൽ ഇസ്ലാം, അവൻ കാഫറാണ്, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടേയില്ല. അപ്പോ എന്തിലും പറ്റൂല, പൊതു മുസ്ലിം വട്ടത്തിന്റെ ഉള്ളിൽ ചുമതാണ്. ഈ വൃത്തത്തിന്റെ ഉള്ളിൽ, മുസ്ലിം എന്ന വൃത്തത്തിന്റെ ഉള്ളിൽ വക്കത്തടം നിന്നോട്ടെ, ഇങ്ങോട്ട് കൂട്ടണ്ട, വക്കത്തേക്ക് മപ്പള എന്ന് പറയാൻ അതും പറ്റില്ല. ഇനി ഒരുത്തൻ ഖുർആനിൽ ചില കാര്യങ്ങൾ അവൻ വിശ്വസിക്കുന്നു, ഖുർആനിൽപ്പെട്ട ചില കാര്യങ്ങൾ അവൻ നിഷേധിക്കുന്നു. ഇനി കുറെ അംഗീകരിക്കുന്നു, ഒരു കാര്യം നിഷേധിച്ചു. ഇതിനെപ്പോലെ കമൻ അഖറ ബിത്തൗഹീദ്, ഖുർആൻ കൊണ്ടുവന്ന തൗഹീദൊക്കെ അംഗീകരിച്ചു, റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്തൊക്കെ അംഗീകരിച്ചു. പക്ഷേ ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് വജഹദ വുജൂബ സ്വലാത്ത്, നമസ്കാരം നിർബന്ധമില്ല എന്നൊരുത്തൻ പറയും. അള്ളാഹുവിനെ അംഗീകരിച്ചു, റസൂൽ അംഗീകരിച്ചു, ഖുർആനിലുള്ളതൊക്കെ അംഗീകരിക്കുന്നു, പക്ഷെ നമസ്കാരം നിർബന്ധമാണ്, അത് ഞാൻ അംഗീകരിക്കില്ല. ഖുർആനിൽപ്പെട്ട നമസ്കാരം എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പ്രാർത്ഥന എന്നാണ് അർത്ഥം. പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ തന്നെ ഖുർആനിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന സ്വലാത്തൊക്കെ സക്കനുല്ലഹു, സക്കാത്ത് തന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബിയോട് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഇന്ന സ്വലാത്തൊക്കെ സക്കനുല്ലഹു, നിന്റെ നിസ്കാരം അവർക്ക് സമാധാനമാണ് എന്നല്ല, നിന്റെ പ്രാർത്ഥന സക്കാത്ത് തന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സമാധാനമാണ്. അവിടെ സലാത്ത് എന്താ അർത്ഥം? പ്രാർത്ഥന. അപ്പൊ ഖുർആനിൽ തന്നെ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സലാത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ സലാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 വക്തിന് 4 17 റക്അത്ത് നിസ്കരിക്കണമെന്നില്ല, പ്രാർത്ഥിച്ചാൽ മതി എന്നൊരുത്തൻ നിഷേധിച്ചാൽ അപ്പൊ ബാക്കിയൊക്കെ അംഗീകരിക്കുന്നു. ഇതൊരു ചെറിയ
കാര്യമല്ലേ, അവനെ മുസ്ലിം ആയിക്കൂടെ? പറ്റൂല, അവൻ കാഫറാണ്. ഇനി മൂന്നാമതായി തൗഹീദി വസ്സലാ, ഒരുത്തൻ തൗഹീദും അംഗീകരിച്ചു, നിസ്കരിക്കണം അതും അംഗീകരിച്ചു, പക്ഷേ വജഹദ വുജൂബ സക്കാത്ത്, സക്കാത്ത് നിർബന്ധമാണ് എന്നതും നിഷേധിച്ചു. നിസ്കരിച്ചോളാം, ബാക്കി എല്ലാ കാര്യം ഞാൻ അംഗീകരിച്ചത്, അള്ളാഹനെ മാത്രം ദുആ ചെയ്തോളാം, ശിർക്ക് എന്ന സംഗതിയേ ചെയ്യൂല, പറയൂല, അങ്ങനെ വിശ്വാസവും ഇല്ല, പക്ഷെ സക്കാത്ത് ഞാൻ തരൂല. ഔ അഖറ ബിഹാദാ കുല്ലിഹി, അല്ലെങ്കിൽ തൗഹീദ് അംഗീകരിച്ചു, നമസ്കാരം അംഗീകരിച്ചു, സക്കാത്ത് അംഗീകരിച്ചു, അവൻ നോമ്പ് നോൽക്കുകയില്ല, അതിനവൻ നിഷേധിച്ചു, റമളാനിലെ നോമ്പ്. ഔ അഖറ ബിഹാദാ കുല്ലിഹി, അല്ലെങ്കിൽ ഇത് നാലും അംഗീകരിച്ചു, ഇത് തൗഹീദ് അംഗീകരിച്ചു, നമസ്കാരം അംഗീകരിച്ചു, സക്കാത്ത് അംഗീകരിച്ചു, നോമ്പ് അംഗീകരിച്ചു, വജഹദ വുജൂബൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധം, ഹജ്ജ് നിർബന്ധമല്ല എന്നൊരുത്തം പറഞ്ഞാൽ ഇവ മുസ്ലിം ആകുമോ? ഇല്ല. ഇതൊക്കെ ചെയ്യേണ്ടത്, ഒറ്റ കാര്യം നിശ്ചയിച്ചിട്ടുള്ളൂ, ഓ മുസ്ലിം അല്ല, ഖാഫറാണ്, ഇസ്ലാമിന്റെ വൃത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. വലമ്മ ലം യൻഖദ് ഉനാസുൻ ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചില ആളുകൾ ഹജ്ജ് അംഗീകരിച്ചില്ല. ഇത് മുസ്ലിങ്ങളല്ല. ഹജ്ജ് ആയത്തിറങ്ങിയപ്പോൾ ജൂത ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഹജ്ജ് ചെയ്യൂല എന്ന് പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസിന്റെ മൗലയായിരുന്ന ഇക്രിമ എന്ന താബിഈ പണ്ഡിതനും അങ്ങനെ പലരും ഉദ്ധരിച്ചതായി കാണാം. ജൂത ക്രിസ്ത്യാനികൾ ഹജ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഏതാകട്ടെ, അങ്ങനെ കുറച്ച് ആളുകൾ ഹജ്ജ് നിഷേധിച്ചു. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എന്നിട്ട് എന്ത് പറഞ്ഞു? വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, ഇവിടെ എന്തിനാ നിഷേധിച്ചാൽ? ഹജ്ജ് ചെയ്യുകയില്ല എന്ന് നിഷേധിച്ചാൽ എല്ലാ കുഫറും പെടും. ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞത് ഹജ്ജിനെ സംബന്ധിച്ചാണ്. അപ്പൊ വമൻ കഫറ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്നതിനെ നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരിൽ നിന്ന് ഐശ്വര്യവാനാണ്. അള്ളാഹ് നിങ്ങൾ ഹജ്ജ് ചെയ്തോളുന്ന ഒരു കാര്യമില്ല. ഹജ്ജ് ചെയ്ത് അള്ളാഹ് ഒന്നും കൂടാനില്ല, ചെയ്തിട്ടൊന്നും കുറയാനുമില്ല. അള്ളാഹു തന്നെയാണ്, കൂടില്ല കുറയൂല. അതുകൊണ്ട് ലോകരിൽ നിന്ന് അള്ളാഹു തന്നെയാണ് ഇതാരൊക്കെ നിഷേധിച്ചാൽ. അപ്പൊ ഇവിടെ ഹജ്ജ് നിഷേധിച്ചാൽ അവൻ കാഫറായി എന്നതിന് ഇവിടെ ആയത്ത് തെളിവ് കൊടുത്താൽ. ഈ തൗഹീദ് പോലും അംഗീകരിച്ച ഒരുത്തൻ, അല്ലെങ്കിൽ പ്രവാചകൻ അംഗീകരിച്ചവൻ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യത്തെയോ, ഖുർആൻ അംഗീകരിക്കുന്നവൻ ഖുർആനിൽപ്പെട്ട ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അവൻ കാഫറായി എങ്കിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ് തന്നെ ഒരുത്തൻ നിഷേധിച്ചാൽ പിന്നെ ഓനെങ്ങനെ മുസ്ലിം ആവുന്നതാണ്? പിന്നെ എങ്ങനെ മുസ്ലിം ആക്കാൻ പറ്റും? നിസ്കരിക്കൂല എന്ന് ഒരുത്തൻ കാഫറാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമെന്ന് പറയുന്നവൻ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആവുക? അതിനാണ് ശേഖ് ഈ മറുപടികളൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത്. കാരണം ഏറ്റവും തൗഹീദ് ഉള്ളവനല്ല നിസ്കരിക്കേണ്ടത്, തൗഹീദ് ഇല്ലാത്ത നിസ്കരിച്ച കാര്യമുണ്ടോ? അപ്പൊ തൗഹീദ് അംഗീകരിക്കാത്ത പിന്നെ നിസ്കരിക്കേണ്ട കാര്യം? നിസ്കാരം തന്നെ ഒഴിവാക്കിയാൽ ഒരുത്തൻ കാഫറാണെങ്കിൽ തൗഹീദ് തന്നെ എതിർത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആളുകളെ അള്ളാഹുവിന്റെ മേലെ അബ്ദുൽ ഖാദർ ജീലാനിയെയും നബിയെയും ദിഫായ് ശേഖിനെയും CM മടവൂരിനെയും ഒക്കെ കൊണ്ടുപോയി വെക്കുന്ന ഈ നാട്ടിലെ ഖുറാഫി, കുബൂരി, സൂഫി, സമസ്ത എന്ന് പറയുന്ന ആളുകൾ പിന്നെ എങ്ങനെ മുസ്ലിം ആകും? അവരെ നമുക്ക് ഇതൊക്കെ അംഗീകരിക്കണ്ടല്ലോ, പിന്നെ ഒരു ചെറിയൊരു അള്ളാഹു അല്ലാത്ത ദുആ നടത്തുന്നല്ലോ, അത് വിവരമില്ലായിട്ടല്ലേ ഓനെ കൂടി മുസ്ലിം ആക്കി കൂടെ എന്ന് ചോദിച്ചാൽ ഇവൽക്കൊക്കെ ഉള്ള മറുപടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ